ഇന്ന് നമ്മുടെ വർക്ക് ഓൾ കീ ലോസ് ആയിട്ടുള്ള ഒരു വാഗനറിൻ്റെതാണ്. അത് നമുക്ക് കിട്ടിയിട്ടുള്ള വെളിയങ്കോടാണ് വർക്ക് കിട്ടിയിട്ടുള്ളത്. വെളിയങ്കോട് 10 മുറിയിൽ. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളാണിത്. നമുക്കൊരു കീ വേണം, അതിൻ്റെ റിമോട്ട് ചിപ്പ് വേണം, അതിൻ്റെ ചിപ്പാണത് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ റിമോട്ട് വേണം, അതുപോലെ തന്നെ ഒരു ബാറ്ററി, റിമോട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ളൊരു ബാറ്ററി. ഇതാണ് ചിപ്പ് കേട്ടോ. ഈ ചിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് പ്രോഗ്രാം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾക്ക് RC ബുക്കും ID പ്രൂഫൊക്കെ ഇപ്പോൾ അയച്ചു തരും പാർട്ടി. അതിന് മുന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി കീ കട്ട് ചെയ്യണം. അവിടെ പോയിട്ട് ബാക്കിയുള്ള പ്രോഗ്രാമിങ്ങും ചിപ്പ് പ്രോഗ്രാമിങ്ങും റിമോട്ട് പ്രോഗ്രാമിങ്ങും എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് RC ബുക്ക് കിട്ടണം. അതിൻ്റെ ഏത് ടൈപ്പ് പ്രോഗ്രാമിംഗ് ആണെന്നുള്ളത് ചിപ്പ് കൺവേർട്ട് ചെയ്യണം. ചിപ്പും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കട്ടിങ്ങാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഈ 2 സൈഡിലുള്ള കട്ടിങ് വേണം. അപ്പോൾ അതിൻ്റെ കട്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വണ്ടിൻ്റെ RC ബുക്ക് കിട്ടണം. പാർട്ടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ടിങ് തുടങ്ങാം. അപ്പോൾ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ RC ബുക്ക് കിട്ടി, ID പ്രൂഫ് കിട്ടി, അതിൻ്റെ കട്ടിങ് ഏതാണെന്നുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിൽ ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കട്ടിങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സൈറ്റിലേക്ക് വിടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കീ കട്ടിങ് ഓട്ടോമാറ്റിക് കീ കട്ടിങ് മെഷീനാണിത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇവിടുന്ന് ഏകദേശം നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ കിലോമീറ്റർ, ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട്. വെളിയങ്കോട് 10 മുറിയിലാണുള്ളത്. അവിടെ ലൊക്കേഷൻ പ്രകാരം 10 മുറി ഭാഗത്താണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണെന്നുള്ളത് നമുക്ക് ഈ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി എടുത്ത് ഇവിടുന്ന് വിടാം. അപ്പോൾ പുതിയ ഹൈവേ കൂടി തന്നെ പോവാം. നല്ല ചൂടാണ്, ഇപ്പോൾ കാലാവസ്ഥ നല്ല ചൂടാണ്. അപ്പോൾ കട്ടിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടിങ്ങിൻ്റെ ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് കട്ടിങ്ങിലാണ് പോയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വണ്ടി തുറക്കേണ്ട ആവശ്യമുള്ളൂ. ചില ആളുകൾ ഇത് ഓൾ കീ ലോസിൻ്റെ വണ്ടികൾ ആദ്യം മറ്റേ ലോക്ക് കഴിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ മറ്റേ ഡോർ ഭാഗമൊക്കെ തുറക്കുന്നതൊക്കെ സൈഡിൽ കൂടി കമ്പിയൊക്കെ ഇട്ട് ഒക്കെ തുറന്ന് വണ്ടിയൊക്കെ നാശാക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. RC ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കട്ടിങ് ഇവിടെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോയി വണ്ടി സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റണ്ണിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വെളിയങ്കോടുക്ക് പോകാനുള്ള പുതിയ ഹൈവേയിലാണ് ഇത്. ചാവക്കാട്, പൊന്നാനി ചാവക്കാട് പുതിയ ഹൈവേ ആണിത്. അപ്പോൾ ഈ ഹൈവേയിൽ കൂടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൊന്നാനിയിലെത്തിയിട്ടുണ്ട് നമ്മൾ. പൊന്നാനിൽ ഇവിടെ പുതിയ സ്പീഡ് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമ്മൾ എത്ര സ്പീഡിലാണ് പോകണമെന്നുള്ളതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ആ ഭാഗത്തെത്തി. ഞങ്ങൾ വെളിയങ്കോട് മുരുകാദിൻ്റെ ഭാഗത്തെത്തി. ഏകദേശം വീടെത്തി. ഇതാണ് വീട്. ഇത് 10 മുറിൻ്റെ അകത്തുള്ള ഇവിടെ ഒരു മില്ലൊക്കെ ഉണ്ട് ഇവർക്ക്. ഇത് ഏകദേശം ഫാമിലീസ് 2-3 ഫാമിലീസ് ബ്രദേഴ്സ് ആയിരിക്കും. ഇത് നമ്മുടെ പ്രോഗ്രാമിങ് ചിപ്പ് പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിപ്പ് പ്രോഗ്രാമിങ് കഴിഞ്ഞു. നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് കേട്ടോ, ആൾ കോഴിക്കോടുള്ളതാണ്. ആകർഷ് എന്നാണ് പേര്. അപ്പോൾ ആൾക്ക് ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കാരണം നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. റിമോട്ടിൻ്റെ പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആകർഷ് കീ പ്രോഗ്രാമിങ് കഴിഞ്ഞു, റിമോട്ട് പ്രോഗ്രാമിങ്ങും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം വണ്ടി ഓക്കെ ആണെന്നുള്ളത്. 2 ചിപ്പ് പ്രോഗ്രാമിങ് കഴിഞ്ഞു, റിമോട്ട് പ്രോഗ്രാമിങ് കഴിഞ്ഞു. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി ഓക്കെ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേണ്ട, വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു വർക്കുമായിട്ട് വരാം. വെളിയങ്കോട് സെൻറ്ററാണത്.